വെൽക്കം ബാക്ക്. മീറ്റു എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ സത്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി. എന്റെ ദൈവമേ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? പലരും പണി ഉപേക്ഷിക്കേണ്ടി വരും. ഓ മൈ ഗോഡ്. ഞാനിവിടെ എന്താണ് സെക്സ് ചെയ്തിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴേക്കും ഇവിടെ എല്ലാം മാറി. എനിക്ക് എന്താണ് മറ്റേ ഞാനും വേറൊരാളും കൂടെ എന്താണ് കാറിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത സമയത്ത് നാട്ടുകാർ വന്ന് എന്തടാ കാറ് കുലുങ്ങുന്നതെന്നും പറഞ്ഞ് വന്ന് ഞങ്ങളെ പിടിച്ചേട്ടാ പറയുന്നത്. അതെ, ഈ മറ്റേ ഋതു സിനിമയില് കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവര് കുലുക്കില്ലേ, പക്ഷെ ഇത് ശരിക്കും സെക്സ് ചെയ്തിട്ട് കുലുങ്ങിയതായിരുന്നു. അപ്പൊ ആൾക്കാർ വന്ന് പിടിച്ചാ പോലെ അതുപോലെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ വന്നതായിരുന്നു. അപ്പൊ ഇവിടെ വേറെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ആൾക്കാരുടെ പേരുണ്ട് കേട്ടോ. പുതിയ ആൾക്കാർ സംസാരിക്കട്ടെ. ഹലോ, കുഞ്ഞിലയുടെ അന്നത്തെ ആ റൂംമേറ്റ് ആയിട്ടുള്ള ആ കഥ എന്ന് ഇവിടെ കേൾക്കാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏത് റൂം? ഓ റൂംമേറ്റ്. എന്റെ ദൈവമേ, അതാ ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പൊ ഒരു നെഞ്ചിൽ കൂടെ ഒരു ഇതാണ്. എന്തായിരുന്നു അത്? ഞാൻ താഴെ ഒരു പേയിങ് ഗസ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് ഈ പേയിങ് ഗസ്റ്റ് മുകളിലേക്ക് വരില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഭയങ്കര ആർമാദിക്കലായിരുന്നു മുകളിൽ. അപ്പൊ ഇവരാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും. അപ്പൊ രാത്രിയാകുമ്പോ ഞാൻ ഇയാളുടെ അടുത്ത് വരാൻ പറയും. വന്നു കഴിഞ്ഞിട്ട് പുറകിലത്തെ അടുക്കള വാതിലിൽ കൂടെ ഇയാള് മുകളിലേക്ക് വരും, അകത്തുള്ള സ്റ്റെയർ കേസിൽ കൂടെ കയറിയിട്ട് ഞങ്ങള് പിന്നെ രാത്രി ഫുൾ സെക്സ്. അത് കഴിഞ്ഞിട്ട് ഇയാള് രാവിലെ ഒരു 3-3:30 മണിയാവുമ്പോ തിരിച്ചു പോകും. അങ്ങനെയാണ്. അപ്പം പക്ഷെ ഒരു പ്രാവശ്യം ആണെങ്കിൽ എനിക്ക് ഈ എന്താണ് എന്തെങ്കിലും എന്താ പറയാ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു അഹങ്കാരം വരുമല്ലോ. നമുക്ക് ഇനിയും ഇത് തന്നെ ചെയ്യാം, ഇനിയും ഇത് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിപ്പോ എപ്പോഴും ഒരു രാത്രിയല്ലേ വരുന്നുള്ളൂ, നമുക്ക് കുറച്ച് ആഘോഷമാക്കി ഒരു 1-2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം. അപ്പൊ ഞാൻ ഇയാളുടെ അടുത്താണെങ്കിൽ പക്ഷെ മുകളില് ബാത്റൂം ഇല്ല ആ സമയത്ത്. ബാത്റൂം ഇപ്പൊ വരും. ആ ബാത്റൂം ഇരിക്കുന്ന സ്ഥലത്ത് എന്തോ ചപ്പ് ചവറൊക്കെ വെച്ചിട്ടുള്ള ഒരു റൂമാണ്, സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കാം. അപ്പം ഈ പേയിങ് ഗസ്റ്റ് ടീച്ചറാണ്. അവര് രാവിലെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വരുള്ളൂ. അപ്പൊ ഇയാൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ താഴെ ആ സമയത്ത് പോകാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ഞാൻ കോളേജിൽ പോകട്ടെ, ഞാൻ രാവിലെ എണീറ്റ് കോളേജിൽ പോകും. വൈകുന്നേരം ഞാനൊരു സെക്കൻഡ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചെക്കന് ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ പാട്ടും പാടി ലാലാല എന്ന് പറഞ്ഞു വരുമ്പോ ഈ പേയിങ് ഗസ്റ്റിന്റെ വിളി എന്റെ ഫോണിലേക്ക്. ആ വിളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. ഇയാള് മുകളില് ഇരുന്ന് എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഈ പെണ്ണിനെ തിരിച്ചു വിളിച്ചപ്പം ഫുൾ എൻഗേജ്ഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഫുൾ മൊത്തം കൊളായി. അപ്പം എന്താണ് വീട്ടില്, അതായത് ഞാൻ ട്യൂഷൻ എടുത്തു കഴിഞ്ഞ് ഞാൻ ഓടുകയാണ് വീട്ടിലേക്ക്. അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോ ഈ പെണ്ണ് വീട്ടുകാരെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി. ഞാൻ മുകളിലേക്ക് പോയപ്പോ അവിടെ ഒരു അനക്കം കണ്ടു, അവിടെ ആരോ ഒരാളുണ്ട്, മുണ്ടുടുത്ത ആരോ ആണ് എന്നൊക്കെ ഈ പെണ്ണ് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരാണെങ്കിൽ ആ നെയ്ബേഴ്സിനെ മുഴുവൻ വിളിച്ച് പറഞ്ഞു, വീട്ടിൽ കള്ളൻ കയറി. ഞാനിത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ നാട്ടുകാരിങ്ങനെ എന്താണ് സ്ക്വാഡായിട്ട് വന്നേക്കാണ് വീട്ടിൽ കയറിയ കള്ളനെ പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഓടി മുകളിലേക്ക് വന്നിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു വല്ലയിടത്തും കയറി വിളിക്കാൻ. അപ്പൊ ഇയാൾ എന്റെ അടുത്ത് പറയണേ, തെണ്ടി, ഞാൻ കട്ടിലിന്റെ അടിയിൽ വിളിക്കട്ടെ, എന്തൊരു ബുദ്ധി, എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു കട്ടിലിന്റെ അടിയിൽ വിളിക്കല്ലേ, വേറെ എന്താ കക്കൂസ് എന്താണ് പണിയാതിരിക്കണേ. ഞാൻ പറയണ കേൾക്കണ്ട, എന്തോ എറർന്ന് കാണിച്ചു. കേൾക്കുന്നുണ്ട്, പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പണി തീരാത്ത കക്കൂസിൽ കയറി വിളിക്കാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ കുറെ എന്താണ് സംഭവങ്ങൾ, ഈ എന്താണ് ഘടിപ്പിക്കാനുള്ള കട്ടില് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ് ഫുൾ പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥലം. അതിന്റെ ഉള്ളിൽ ഞാൻ ഇതിനെ തിരികി. അപ്പം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വലിയ കമ്പിളി എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ചെന്ന് ഫുൾ അഭിനയം. ഞാൻ മുകളിൽ ഒരു പ്രാവശ്യം നോക്കിയിരുന്നു, പക്ഷെ അവിടെ ആരുമില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ കയറി നോക്കിക്കോളൂ കേട്ടോ എന്നൊക്കെ ഞാൻ. അപ്പം ആ സ്ത്രീ ആണെങ്കിൽ പേയിങ് ഗസ്റ്റ് ആണെങ്കിൽ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തോ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അപ്പോഴേ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങൾ കയറി നോക്കിക്കോന്ന്. അപ്പം ഈ എന്താണ് നാട്ടുകാര്, അതായത് കള്ളനെ പിടിക്കാൻ വന്ന നാട്ടുകാര് മുകളിലേക്ക് എന്റെ കൂടെ വന്നു. ഞാനിങ്ങനെ ഇതാക്കണ്ടില്ലേ, എന്റെ ബെഡ്റൂം ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ഓവറാക്കലാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ
കാണിച്ചത് കഴിഞ്ഞിട്ട് അപ്പൻ ആ സമയത്ത് വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ആളുണ്ട്. ആ ആളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അതാണ് എന്റെ ശരിയായ കാമുകൻ. മോളിലുള്ളത് ശരിക്കുള്ള കാമുകനല്ല. അയാൾ തിരുവനന്തപുരത്താണ് താമസിക്കണേ. ശരിക്കും തിരുവനന്തപുരത്താണ് താമസിക്കണേ. പക്ഷെ കോഴിക്കോട് വന്ന സമയത്ത് അയാൾക്ക് വയറ്റിന് അസുഖമായിട്ട് വയറിളക്കം വന്നിട്ട് കക്കൂസി പോകാൻ വന്ന